പാലാ മീനച്ചിലിൽ കഴിഞ്ഞ മാസം കാണാതായ വയോധികനായി 100-ലധികം പോലീസുകാരുടെ തെരച്ചിൽ. വ്യാഴാഴ്ച നടത്തിയ 5 മണിക്കൂർ നീണ്ട തെരച്ചിൽ പക്ഷേ വിഫലമായി. എറണാകുളത്തു നിന്നും ഡോഗ് സ്ക്വാഡിന്റെ കടാവർ നായ്ക്കളെയും തെരച്ചിലിനായി എത്തിച്ചിരുന്നു. പാലാ മീനച്ചിലിൽ നിന്നും ഇക്കഴിഞ്ഞ ഡിസംബർ 21-ന് കാണാതായ പടിഞ്ഞാറേമുറിയിൽ വീട്ടിൽ മാത്യു തോമസ് എന്ന 84-കാരന് വേണ്ടിയാണ് പോലീസിന്റെ 100-ലധികം പേരടങ്ങിയ സംഘം നാട് മുഴുവൻ അരിച്ചുപെറുക്കി തിരച്ചിൽ നടത്തിയത്. പാലാ ഡിവൈഎസ്പി ഓഫീസിന് കീഴിലുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്നും കോട്ടയം AR ക്യാമ്പിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരാണ് തെരച്ചിലിൽ പങ്കാളികളായത്. എറണാകുളത്ത് നിന്നും ഡോഗ് സ്ക്വാഡിന്റെ കടാവർ ഡോഗ്സും എത്തിയിരുന്നു. മാത്യുവിനെ കാണാതായ ദിവസവും അടുത്ത ദിവസങ്ങളിലും സമീപ പ്രദേശങ്ങളിലും അദ്ദേഹം പോകാനിടയുള്ള സ്ഥലങ്ങളിലുമെല്ലാം തിരച്ചിൽ നടത്തിയിരുന്നതായി മകൻ തോമസ് പറഞ്ഞു. മാത്യു തോമസിന്റെ തിരോധാനത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാട്ടി മക്കൾ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരുന്നു. ഇതേ തുടർന്നായിരുന്നു പോലീസിന്റെ പരിശോധന. മുമ്പ് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു അപ്പച്ചനെ കാണാതെ പോയി എന്ന്. പക്ഷേ അതിനുശേഷം അത് ഡിലീറ്റ് ആവുകയും ആൾക്കാരെല്ലാം വിശ്വസിച്ചിരുന്നു അപ്പച്ചൻ തിരിച്ചെത്തി അല്ലെങ്കിൽ ഫാദർ തിരിച്ചെത്തി എന്നായിരുന്നു. അപ്പോൾ അത് നടന്നിട്ടില്ല. അപ്പോൾ അത് തന്നെ ഒരു സംശയം. പിന്നെ അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാനും ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഫീഡ്ബാക്കൊക്കെ കിട്ടാനും വേണ്ടിയാണ് ഞങ്ങൾ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തത്. പോലീസ് പല സംഘങ്ങളായി തിരിഞ്ഞ് മാത്യു തോമസിന്റെ വീടിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ തെരച്ചിൽ നടത്തി. എന്നാൽ 5 മണിക്കൂർ നീണ്ട തെരച്ചിലിൽ ഫലം കണ്ടില്ല. പ്രായാധിക്യത്തിന്റെ അവശതകളുള്ള ആളാണ് മാത്യു തോമസ്. ഇതിനാൽ അധിക ദൂരത്തേക്കൊന്നും പോകാൻ സാധ്യതയില്ല. ഗ്രാമീണ മേഖലയായതിനാൽ അടുത്തെങ്ങും CCTV-കൾ ഇല്ലാതിരുന്നതും അന്വേഷണത്തിന് വെല്ലുവിളിയായി. അന്വേഷണം തുടരുമെന്നും വ്യാഴാഴ്ച നടന്ന തെരച്ചിലിന്റെ വിശദാംശങ്ങൾ കോടതിക്ക് കൈമാറുമെന്നും പോലീസ് അറിയിച്ചു. അമൃത ന്യൂസ്, കോട്ടയം.